നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ അവസാനിച്ച കോപ്പ അമേരിക്ക ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വമ്പന്മാരായ ബ്രസീലും ഉറുഗ്വേയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. ആ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബ്രസീലിനെ പരാജയപ്പെടുത്താൻ ഉറുഗ്വേക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ സെമി ഫൈനൽ മത്സരത്തിൽ കൊളംബിയയോട് അവർ പരാജയപ്പെട്ട് പുറത്താവുകയായിരുന്നു. എന്നാൽ ബ്രസീലിനെതിരെയുള്ള മത്സരത്തിൽ അവരുടെ സൂപ്പർ താരമായ റൊണാൾഡ് അരോഹോക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. താരത്തിന്റെ പരിക്ക് ഒരൽപ്പം ഗുരുതരം തന്നെയാണ്. ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് ഇപ്പോൾ ഉറുഗ്വൻ സൂപ്പർ താരമായ റൊണാൾഡ് അരോഹോയെ അലട്ടുന്നത്. താരത്തിന് സർജറി ആവശ്യമാണ്. ചുരുങ്ങിയത് 4 മാസമെങ്കിലും അദ്ദേഹം ഇപ്പോൾ പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഏൽപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ക്ലബ്ബായ FC ബാഴ്സലോണക്ക് തന്നെയാണ്. ഡിസംബർ മാസത്തിൽ മാത്രമായിരിക്കും അരോഹോ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുക. അതായത് ഈ പുതിയ സീസണിന്റെ പകുതിയോളം അദ്ദേഹത്തിന് നഷ്ടമാകും എന്നത് ഉറപ്പായി കഴിഞ്ഞു. ബാഴ്സയുടെ ഡിഫൻസിലെ പ്രധാനപ്പെട്ട ഒരു താരമാണ് അരോഹോ. അദ്ദേഹത്തിന്റെ അഭാവം തീർച്ചയായും അവരുടെ പ്ലാനുകളെ താളം തെറ്റിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. താരത്തിന് സർജറി വേണം എന്നുള്ള കാര്യം ബാഴ്സലോണ തന്നെയാണ് ഇപ്പോൾ ഒഫീഷ്യലായിക്കൊണ്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ബാഴ്സയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് താരത്തെ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ടുള്ളത്. നിലവിൽ 2026 വരെയാണ് അദ്ദേഹത്തിന് ക്ലബ്ബുമായി കോൺട്രാക്ട് അവശേഷിക്കുന്നത്. അദ്ദേഹം ബാഴ്സ വിട്ടേക്കും എന്നുള്ള റൂമറുകൾ നേരത്തെ ഉണ്ടായിരുന്നു. വമ്പന്മാരായ ബയേൺ മ്യൂണിക്ക്, അതുപോലെ തന്നെ ചില പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ എന്നിവരൊക്കെ താരത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ താരം പിന്നീട് ബാഴ്സലോണയിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും പുതിയ പരിശീലകനായ ഹാൻസി ഫ്ലിക്കിന് കീഴിൽ റൊണാൾഡ് അരോഹോയുടെ അഭാവത്തിലും ഒരു മികച്ച ഡിഫൻസിനെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഉണ്ടാവുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.